നമുക്കറിയാം, യൂട്യൂബിൽ പല കണ്ടന്റ് മേക്കേഴ്സുമുണ്ട്. അവരവരുടെ കണ്ടന്റുകൾ നിർമ്മിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ. അതിൽ ഫാമിലി വ്ളോഗേഴ്സും അതുപോലെ ഏഹ്, ഓരോരുത്തരുടെ കഴിവുകളും മറ്റുമൊക്കെ വീഡിയോയായി മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഏഹ്, യൂട്യൂബിലൂടെ വരുമാനം കണ്ടെത്തുന്ന ഒരുപാട് ആളുകളെ നമുക്ക് തന്നെ അറിയാം. എന്നാൽ ഒരു കണ്ടന്റും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പ്രദർശിപ്പിച്ചുകൊണ്ട് കാശുണ്ടാക്കുന്ന ഒരു വിദ്വാനുണ്ട് മലപ്പുറത്ത്. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വിദ്വാൻ തന്നെയാണ് ഇദ്ദേഹം. ഭാര്യയെ പ്രദർശിപ്പിച്ചുകൊണ്ട് അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായി മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ കമൻറ്റുകൾ, അവരവരുടെ അഭിപ്രായങ്ങൾ നമുക്കറിയാം. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ പ്രദർശിപ്പിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുവാൻ അവകാശമുള്ളതുപോലെ, ഇന്ത്യയിലെ നിയമപ്രകാരം അവകാശമുള്ളതുപോലെ, യൂട്യൂബിൻ്റെ സംവിധാനം അനുസരിച്ച് അവരവർക്ക് അതിനെതിരെ കമൻറ്റ് ചെയ്യുവാനും അനുകൂലിച്ച് കമൻറ്റ് ചെയ്യാനും എതിരെ കമൻറ്റ് ചെയ്യുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കാഴ്ചക്കാർക്കുമുണ്ടല്ലോ. അപ്പോൾ കാഴ്ചക്കാർ അവരവർക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ബാഡ് കമൻറ്റുകൾ എടുത്ത് വീണ്ടും വീഡിയോ ചെയ്ത് ചീത്ത വിളിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്ത് കണ്ടന്റ് മേക്കറായി ഇങ്ങനെ പോകുന്ന ഒരു പ്രത്യേകിച്ചൊരു കണ്ടന്റ് ഒന്നും ഇല്ലാത്ത, ഞാനീ പറഞ്ഞതുപോലെ വീഡിയോ ചെയ്തു പോകുന്ന ഒരു വിദ്വാനാണിത്. ഇദ്ദേഹം സാധാരണക്കാരായ ആളുകളെതിരെ പറയുകയും കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് ഇങ്ങനെ അതൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇദ്ദേഹം പണ്ഡിതന്മാരെ, അഥവാ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളായ പണ്ഡിതന്മാർ ഇത്തരത്തിൽ ഭാര്യയെ പ്രദർശിപ്പിക്കുന്നതിൻ്റെ നിയമങ്ങളും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് വയല് പറഞ്ഞപ്പോൾ, പ്രസംഗിച്ചപ്പോൾ അതിനെയൊക്കെ കളിയാക്കിക്കൊണ്ട് ഒരു ഇസ്ലാമിനെതിരെ എന്നോണം ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ്. നമുക്കേതായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. വറകും കൊള്ളിയാണ് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ സാധനങ്ങളെ പെരിയിലിരുത്താനുള്ളതാണ്. ഓന് പെരിയിൽ മാപ്പിളാർക്ക് കഞ്ഞിയും ചോറും ഉണ്ടാക്കിയാണ്ട് മുറ്റടിച്ചൊരു പാത്രം ഓറി ജീവിച്ചാൻ വിധിക്കപ്പെട്ടവരാണ്. ഓളേറ്റ് നീ പുറത്തു പോകരുത്, ഓളേറ്റ് നീ സെൽഫി എടുക്കരുത്, ഓളേറ്റ് നീ വീഡിയോ എടുക്കരുത്, ഉണ്ടല്ലേ ഞാൻ പറട്ടെ, ഓളേറ്റ് നീ കറങ്ങരുത്, നീയും നിന്റെ ഭാര്യയും മക്കളും അടിച്ചു പൊളിച്ച് നടക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കുന്നില്ലടാ. എന്തിനാണ് നരകത്തിന് വറകും കൊള്ളിയേ നീ ഇങ്ങനെ ജീവിക്കുന്നത്? നിനക്കൊരു മുളം കയറെടുത്ത് തൂങ്ങി ചത്തൂടടാ. ചാകാൻ മനസ്സില്ല ആക്കിട്ടടി. പടച്ചോ നന്ന ആയുസ് പടച്ചോ എടുക്കുമ്പോട്ട് പോകും. അല്ലാതെ പിന്നെ ആത്മഹത്യ ചെയ്യാനത്. ഞാൻ ഇപ്പൊ ചെയ്ത തെറ്റെന്താണെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കണേ. കെട്ടിയ പെണ്ണുങ്ങളായിട്ട് നടക്കരുത്, എവിടെയും കൊണ്ടുപോകരുത്. അതേപോലെ പിന്നെ നിങ്ങൾ വീഡിയോ എടുക്കരുത്. എന്താ വീഡിയോ പറയാ, നമ്മള് എല്ലാം കഴിച്ചിട്ടാണ്ട് കുരുക്കി ഇതാക്കിയാണ്ടല്ലോ വീഡിയോ ആണല്ലോ എടുക്കണത്. മാന്യമായിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകണം, ഞങ്ങൾ ട്രാവലർ ചെയ്യണം, ആ ജാതി വീഡിയോ എല്ലാം എടുക്കണത്. അല്ലാതെ പിന്നെ എത്ര പെണ്ണുങ്ങൾ ഇതിന് വീഡിയോ ചെയ്യുന്നുണ്ട്, എത്ര ഫാമിലി ഓർക്കൊന്നും പിന്നെ ഓരോ കമന്റിലും ഉണ്ടല്ലോ അത്യാവശ്യം കുഴപ്പമില്ലാത്തത്. അപ്പൊ ഇതാണ് ആ കുഞ്ഞോൻ. ഈ കുഞ്ഞോൻ ഉറക്ക് തെളിഞ്ഞപ്പോ ഒന്ന് രണ്ട് ബാഡ് കമന്റുകളും അതുപോലെ ഒരു പ്രായമുള്ള മുസ്ലിയാരുടെയോ മറ്റോ ഒരു പ്രസംഗവും കേട്ടുപോലും നീ നരകത്തിൻ്റെ വിറകും കൊള്ളിയാണെന്നും ഇങ്ങനെ ഭാര്യയെ പ്രദർശിപ്പിക്കരുതെന്നും മറ്റുമൊക്കെ രീതിയിലുള്ള പ്രഭാഷണവും കമൻറ്റും ഒക്കെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് പ്രതികരിക്കണമെന്ന് തോന്നി. അങ്ങനെ ഈ കേട്ട രീതിയിൽ തന്നെ, പ്രസംഗ ശൈലിയിൽ തന്നെ കളിയാക്കിക്കൊണ്ട് പ്രതികരിക്കുന്ന ഒരു രംഗമാണ്. ഭാര്യയെ ഒരു സൈഡിൽ ഇരുത്തിയിട്ടു തന്നെയാണ് ഇദ്ദേഹം ഇത് പ്രതികരിക്കുന്നതെന്നർത്ഥം. നമ്മളെല്ലാവരും കണ്ടതാണ്. ഇദ്ദേഹം ചോദിക്കും, ഞാൻ ചെയ്ത തെറ്റെന്താണ്? എൻ്റെ ഭാര്യയെ എവിടെയും കൊണ്ടുപോകാൻ പാടില്ലേ? ഭാര്യയെ ഭർത്താവിന് കഞ്ഞിവെക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ? ഭാര്യയായിട്ട് സെൽഫി എടുക്കാൻ പാടില്ല? ഭാര്യയെ നിങ്ങളിങ്ങനെ വല്ലാതെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നത്, എവിടെയും പോകാൻ പാടില്ല, നടക്കരുത്, ഭാര്യയെ എവിടെയും കൊണ്ടുപോകരുത്, ഞങ്ങളിങ്ങനെ സന്തോഷകരമായി ജീവിക്കുന്നത് ചിലർക്കൊന്നും പറ്റുന്നില്ല എന്നാണ് ഈ വീഡിയോയിൽ ഇദ്ദേഹം സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ളത്, ആരാണ് വഅദ് പറഞ്ഞത് എന്നെനിക്കറിയില്ല, ആരാണ് പ്രസംഗിച്ചതെന്ന്. ഞാനത് കേട്ടിട്ടില്ല. ഇദ്ദേഹം ആ ക്ലിപ്പ് ഇതിൽ വെക്കുന്നുമില്ല. ഒരുപക്ഷെ ആരെങ്കിലും പ്രസംഗിച്ചിരിക്കാം. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടോ ഇദ്ദേഹത്തെ പ്രതിപാദിച്ചുകൊണ്ടോ ആയിക്കൊള്ളണമെന്നില്ല. ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഭാര്യമാരെ പ്രദർശിപ്പിച്ചുകൊണ്ട് രംഗപ്രവേശനം നടത്തുമ്പോൾ അതൊക്കെ മറ്റുള്ളവരിലേക്ക് പടരുവാനും മറ്റുള്ളവർക്ക് ഇത് ഹലാലാണെന്ന് തോന്നിപ്പോകുവാനും സാധ്യതയുള്ളത് കൊണ്ട്
അത്തരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ഇത് തെറ്റാണെന്ന് സമർത്ഥിച്ചു കൊടുക്കൽ, ഇത് തെറ്റാണെന്ന് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കൽ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളായ വ്ളോഗേഴ്സിനോടും മുസ്ലിമീങ്ങളായ ഭാര്യ ഭർത്താക്കന്മാരോടും ഏത് രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ പെരുമാറേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കൽ ഒരു മുസ്ലിം പണ്ഡിതൻ എന്ന നിലക്ക് പണ്ഡിതന്മാർക്ക് കടമയും കടപ്പാടുമാണെന്ന് ആദ്യമായി ഞാനിവിടെ ഓർമ്മപ്പെടുത്തട്ടെ. പിന്നെ വേറൊരു വിഷയം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ഒരു സാധ്യതയുമില്ല. അദ്ദേഹം അങ്ങനെയുണ്ടെങ്കിൽ ആ ക്ലിപ്പ്, ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രഭാഷണം നടത്തുന്ന ആ ക്ലിപ്പ് ആ മുസ്ലിയാരുടെ ഒന്ന് കാണിക്കണം. അല്ലാതെ പരസ്യമായി മുസ്ലിമിൻ്റെ വേഷത്തിൽ വന്നിരുന്നു കൊണ്ട് വീഡിയോയ്ക്ക് മുന്നിൽ മുസ്ലിമീങ്ങളുടെ ചിഹ്നമായ പണ്ഡിതന്മാരെയും അതിൻ്റെ ശൈലിയെയും ഒക്കെ ഇങ്ങനെ കളിയാക്കുവാൻ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ സമ്മതിക്കില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഇവിടെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിന്റെ ഭാര്യയുമായി നടക്കരുതെന്നോ സെൽഫി എടുക്കരുതെന്നോ യാത്ര ചെയ്യരുതെന്നോ അവളെ എവിടെയും കൊണ്ടുപോകരുതെന്നോ കാണിക്കരുതെന്നോ എല്ലാം ഇവിടെ പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? ഞങ്ങൾക്കൊക്കെ ഭാര്യമാരുണ്ട്, ഞങ്ങളൊക്കെ എല്ലാ സ്ഥലങ്ങളിലും പോകുന്നുണ്ട്, ഞങ്ങളൊക്കെ സെൽഫി എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വിഷയം നീ ഭാര്യയെ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതാണ്. ഇവിടെയും ഇത് പറയുമ്പോഴും ഞാനൊരു വിഷയം പറയാം. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ നിയമം അനുസരിച്ച് നമുക്കേവർക്കും നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ വീഡിയോ ചെയ്യുവാനും ഇഷ്ടം പോലെ യൂട്യൂബിൽ അത് ഭാര്യയെ പ്രദർശിപ്പിക്കുവാനും ഒക്കെ ഇവിടെ അംഗീകാരവും അവസരവും നിയമം അനുവദിക്കുന്നുമുണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം തൻ്റെ ഭാര്യയെ മറ്റുള്ള അന്യപുരുഷന്മാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് നീ ഇതിൽ പറഞ്ഞതുപോലെ ഹറാമായ ഒരു വിഷയമാണ്. അപ്പോൾ അത് പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടും. അപ്പോൾ ഇസ്ലാമിനോട് സ്നേഹമുള്ള മുസ്ലിമായി ജീവിക്കണമെന്ന്, താൻ മുസ്ലിമായി ജീവിക്കണമെന്ന് ഈ വിദ്വാൻ തന്നെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായതുകൊണ്ട് മുസ്ലിമായി ജീവിക്കണമെന്നും നീ നല്ല നിലക്ക് നടക്കണമെന്നും തന്നെ ഇഷ്ടപ്പെടുന്നവർ തന്നെ ഒരുപക്ഷെ ഇങ്ങനെ ചെയ്യരുതെന്ന് വീഡിയോയിലൂടെ കമന്റ് ചെയ്യുവാൻ സാധ്യതയുണ്ട്. അതിനെയൊക്കെ ഇങ്ങനെ തെറിവിളിക്കേണ്ട എന്ത് അവകാശമാണുള്ളത്, എന്ത് ആവശ്യമാണുള്ളത്? ഒരുപക്ഷെ ഇവിടെ ഒരു അമുസ്ലിമീങ്ങളോ മറ്റോ അല്ല ഇസ്ലാമിൻ്റെ ഈ രീതിയെ കളിയാക്കുന്നത്. മുസ്ലിമീങ്ങൾക്കെതിരെ പണ്ട് കാലം മുതൽക്കേ മുസ്ലിം സ്ത്രീകളെ വീട്ടിലാക്കി കളയുന്നെന്നും മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലെന്നും ഒക്കെയുള്ള രീതിയിൽ ഇസ്ലാമിനെതിരെ അമുസ്ലിമീങ്ങളായ അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്ന ചില ആളുകൾ, ചില ഗൂഢലക്ഷ്യമുള്ളവർ ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്ന ഒരു ഭാഷയാണിത്. മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നത്. എന്നാൽ വർത്തമാനകാലം നമുക്കറിയാം, ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുകയും അവരവർക്ക് ആവശ്യമായ രീതിയിൽ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലാവസ്ഥ ഇന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പണ്ട് കാലം മുതൽ ഇസ്ലാമിനെതിരെ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്തരം വാക്കുകൾക്കൊന്നും ഒരു വിലയുമില്ല എന്നിരിക്കെ അതേ ഭാഷയിൽ ഒരു മുസ്ലിം നാമധാരി മുസ്ലിമിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ കളിയാക്കുന്ന ഒരു രംഗമാണ് ഇവിടെ നമുക്ക് കാണാനിടയായത്. ഇദ്ദേഹത്തോട് നമുക്ക് പറയാനുള്ളത്, നീ അല്ലെങ്കിൽ അനുസരിക്കുക അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കുക. ഇസ്ലാമിനെയോ മുസ്ലിം പണ്ഡിതന്മാരെയോ അതിൻ്റെ നിയമങ്ങളെയോ കളിയാക്കാൻ നിനക്ക് യാതൊരു അവകാശവുമില്ല. ഇതൊക്കെ ഉള്ള സത്യങ്ങളാണെന്ന് ഒരുപക്ഷെ ഈ വിദ്വാന് തന്നെ അറിയാം. ഭാര്യയെ പ്രദർശിപ്പിക്കരുത്, ഭാര്യക്ക് അന്യപുരുഷന്റെ മുന്നിൽ ഭാര്യ ഔറത്താണ്, അന്യ സ്ത്രീയെ ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ പറ്റുമോ? ഫിൽട്ടർ ഇട്ട മുഖവുമായി വെളുപ്പിച്ചുകൊണ്ട് തലമുടിയും മറ്റുമൊക്കെ കാണിച്ചുകൊണ്ട് പരസ്യമായി വീഡിയോ ചെയ്യുവാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് ഇദ്ദേഹത്തിന് തന്നെ അറിയാവുന്ന വിഷയമാണ്. മലപ്പുറത്തുള്ള ഈ വിദ്വാന് അറിഞ്ഞുകൂടെന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. പിന്നെ പൈസക്ക് വേണ്ടി അറിയാവുന്ന കാര്യങ്ങൾ തന്നെ തനിക്കറിയില്ലെന്ന് അഭിനയിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ കളിയാക്കുന്ന ഒരു രംഗമാണ്. കളിയാക്കുക മാത്രമല്ല, ചീത്ത പറയാൻ തന്നെയാണ്, ഞാൻ ചീത്ത പറയും തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ പറയാണ്, ഞാൻ പോയിട്ട് ചീത്ത പറഞ്ഞാൽ പോരെന്ന്. അതൊന്ന് കേൾക്കാം. പറയണം തോന്നി, പറയാതെക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ കുറച്ച് മാമന്മാർക്കുള്ള മറുപടിയും പടം കൊടുക്കട്ടെ. ഞാൻ പോയിട്ട് നിങ്ങൾ തെറി അറിയല്ലേ നല്ലത്? ഞാൻ ഉണ്ടാവുമ്പോ തെറി പറയില്ല, ഞാൻ പോയിട്ട് സംഗതി ശരിയാണ്. കാരണം അപ്പൊ അതാണ്, ഞാൻ പോയിട്ട് നിങ്ങൾ തെറി പറഞ്ഞോ, ഞാൻ ഉള്ളപ്പോ എന്തിനാ തെറി പറയുന്നത് എന്നാണ് ഈ ഭാര്യ പോലും ഇദ്ദേഹത്തോട് ചോദിക്കുന്നത്. ഭാര്യക്ക് പോലും ഇദ്ദേഹത്തിന്റെ തെറി സഹിക്കാൻ പറ്റുന്നില്ല. ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോ ചെയ്യുന്ന സ്വഭാവവും പലപ്പോഴും പിന്നെ കേൾക്കുന്ന നമ്മളെപ്പോലെയുള്ള ആളുകളുടെ അവസ്ഥ എന്ത് പറയാനാണ്?
ഒരു വീഡിയോ ചെയ്യുക, അതിൻ്റെ കമൻ്റ് ഇട്ടുകൊണ്ട് ഇദ്ദേഹം മറ്റുള്ളവരെ തെറി വിളിക്കുക, അതൊരു മറ്റൊരു വീഡിയോ ആക്കുക, അതിന് വരുന്ന കമൻറ്റ് വീണ്ടും ഇട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ട് അത് ഉദ്ധരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുക. എന്തെങ്കിലും ഒരു 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 വ്ളോഗാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ പോയോ മറ്റോ ഓരോ സ്ഥലവും കാണിച്ചുകൊണ്ടോ മറ്റോ വ്ളോഗ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു വിഷയം അവതരിപ്പിക്കുകയോ ചെയ്യുകയോ അല്ലാതെ ഇങ്ങനെ ഒരു രീതിയിലും ഒരു 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 ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ തെറി പറഞ്ഞുകൊണ്ടും ഭാര്യയെ പ്രദർശിപ്പിച്ചുകൊണ്ടുമൊക്കെ കാശുണ്ടാക്കുവാൻ ഇദ്ദേഹത്തിന് നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഭാര്യയെ കാണിക്കുന്നത് നാണമില്ല, എന്നാൽ അത് ചൂണ്ടിക്കാണിക്കുന്നവരെ പണ്ഡിതന്മാരെയും ഇസ്ലാമിനെയും ഒക്കെ കളിയാക്കിക്കൊണ്ട് രംഗപ്രവേശനം നടത്തുമ്പോൾ അത് അൺസൈക്കബിൾ എന്നല്ലാതെ എന്താണ് പറയുക? നാടൻ ഭാഷയിൽ അങ്ങനെയൊക്കെ ചൊല്ലാറുണ്ട്. സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്താകുമ്പോൾ എന്നെപ്പോലെയുള്ളവർക്ക് പ്രതികരിക്കേണ്ടി വരും. ഞങ്ങളൊക്കെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളുകളാണ്, ഞങ്ങൾക്കൊക്കെ ഭാര്യമാരുണ്ട്, ഞങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ടോ? ഭാര്യയെ പ്രദർശിപ്പിച്ചാൽ മാത്രമേ വ്യൂവേഴ്സ് കിട്ടുന്നുള്ളൂ എന്നതിൻ്റെ കാരണം നിങ്ങളുടെ കയ്യിൽ യാതൊരുവിധ കണ്ടന്റും ഇല്ല. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള യാതൊന്നും കൈവശമില്ല എന്ന് തന്നെയാണ്. പിന്നെ കൈവശമുള്ള എന്താണ്? ഭാര്യ മാത്രമാണ്. അപ്പം ഫിൽട്ടർ ഇട്ട് ഭാര്യ മുഖമൊന്ന് വെളുപ്പിച്ച് നല്ല മൊഞ്ചത്തിയായി നിന്നുകൊണ്ട് പ്രദർശിപ്പിക്കുന്നതില്ലാതെ വേറെ ഒരു 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 കണ്ടന്റും ഇദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. അപ്പോൾ ആ ചെയ്യുന്ന രീതി തെറ്റാണെന്നും അത് ഇസ്ലാമിൻ്റെ രീതിക്ക് യോജിച്ചതല്ലെന്നും, എങ്ങനെ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോടാണ് ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത്, ഇത്തരത്തിൽ ഭാര്യയെ പ്രദർശിപ്പിക്കുന്നത് തെറ്റാണ്, ഹറാമാണ്, അത് ഇസ്ലാമിൽ അത് അനുവദനീയമല്ല. അപ്പം മുസ്ലിം വേഷത്തിൽ വന്നിരുന്നു കൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ സാധാരണക്കാരായ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന, താൻ ഇസ്ലാമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും അത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കമൻ്റ് ചെയ്യുവാൻ സാധ്യതയുണ്ട്. അവർക്കെതിരെയൊന്നും തെറി വിളിച്ചുകൊണ്ട് രംഗപ്രവേശനം നടത്തിയതുകൊണ്ട് ഇതൊന്നും ഹലാലാവുമെന്നും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരൊക്കെ ഇതൊക്കെ ശരിയാണെന്ന് നീ പറഞ്ഞത് അംഗീകരിക്കുമെന്നൊന്നും തെറ്റിദ്ധരിച്ചു പോകണ്ട. ഇനി ഇദ്ദേഹം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഭാര്യയെ ഇരുത്തിക്കൊണ്ട് തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. കുറച്ച് കാക്കാമാര് വന്നുകാണ്ട് നരകത്തിന്റെ വറകും കൊള്ളിയേ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ? നീ നിന്റെ പെണ്ണുങ്ങളെ വേറുള്ള ആൾക്കാർക്ക് കാട്ടിക്കൊടുക്കാണ്. ആ ആൾക്കാർ ആ വീഡിയോ കാണുമ്പോൾ അവർക്ക് വികാര ദൗർബല്യനാവുകയാണ്. ഇത് കണ്ടിട്ടോ? വികാര ദൗർബല്യനാണ്. ഇതിനൊക്കെ എന്താ പറയുക? ഭാര്യയെ അപ്പുറത്തിരുത്തിക്കൊണ്ട് പറയാണ്, പറഞ്ഞ മുസ്ലിയാർ പറഞ്ഞു പോലും തൻ്റെ വീഡിയോ ഇങ്ങനെ ഫിൽട്ടർ ഇട്ട് വെളുപ്പിച്ച പ്രദർശിപ്പിക്കുന്ന ഭാര്യയുടെ വീഡിയോ കാണുമ്പോൾ മറ്റുള്ളവർ വികാരഭരിതനാവുന്നു എന്ന് പറഞ്ഞു പോലും അത് ഭാര്യയെ അപ്പുറത്തിരുത്തിക്കൊണ്ട് അത് കളിയാക്കിക്കൊണ്ടത് പറയുകയും എന്നിട്ട് ഇത് കണ്ടിട്ടാണോ എന്ന് ഭാര്യയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരസ്യമായി. ഇതിനൊക്കെ എന്തു മറുപടിയാണ്? നാണമില്ല ഇദ്ദേഹത്തിനെന്നല്ലാതെ ഒരു സംസ്കാരം, ഇസ്ലാമിൻ്റെ സംസ്കാരം പോട്ടെ, കേരളത്തിൻ്റെ സംസ്കാരം പോലും അറിയാത്ത ഒരു അതപ്പതിച്ചൊരു വ്യക്തി എന്നല്ലാതെ ഇദ്ദേഹത്തെ എന്താണ് പറയുക? ഭാര്യയെ ചൂണ്ടിച്ച് കാണിച്ചുകൊണ്ട് ഇത് കണ്ടിട്ടാണോ നിങ്ങൾക്ക് വികാരമാകുന്നതെന്ന് പരസ്യമായി ചോദിക്കാൻ ഇദ്ദേഹത്തിന് നാണമില്ലേ? എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ മതി എന്ന ഒരാശയത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്നത് വളരെ വളരെ മോശമാണ് എന്നാണ് ഈ വിദ്വാനോട് നമുക്ക് പറയാനുള്ളത്. പ്രദർശിപ്പിക്കുകയും എന്നിട്ട് നാണമില്ലാതെ ഇത്തരത്തിൽ ഓരോന്ന് പരസ്യമായി പറയുകയും ചെയ്താൽ ഇദ്ദേഹത്തിനെയൊക്കെ എന്താണ് വിളിക്കുക? നന്നായിക്കൂടെ എന്നാണ് ഇദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാനുള്ളത്. ഇദ്ദേഹത്തോട് എന്നല്ല, നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യാനോ മറ്റോ ആഗ്രഹിച്ചുകൊണ്ടല്ല, നേരെ മറിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ അംഗീകരിച്ച് ജീവിക്കുന്ന മതത്തിൻ്റെ നിയമങ്ങളെയും അതിൻ്റെ ചിഹ്നങ്ങളെയും പണ്ഡിതന്മാരെയും ഒക്കെ കളിയാക്കിക്കൊണ്ടും അതിൻ്റെ നിയമങ്ങളെ കളിയാക്കിക്കൊണ്ടും ഒക്കെ പരസ്യപ്രവേശനം നടത്തുമ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിനെതിരെ പറയുകയും പ്രതികരിക്കുകയും ചെയ്യൽ നമ്മുടെ കടമയായി വരും. അല്ലെങ്കിൽ ഇത് നാളെയും ഇതിനൊന്നും ആരും പറയാനില്ലെന്ന രീതിയിലേക്ക് മട്ടിൽ വരും. പണ്ഡിതന്മാരെ എങ്ങനെ കളിയാക്കാൻ ഇദ്ദേഹത്തിന് ആരാണ് ലൈസൻസ് കൊടുത്തത്? അപ്പോൾ ഇതിൻ്റെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നിങ്ങൾ ഇവിടെ ഒരു അമുസ്ലിം ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു വിഷയവുമില്ല, അവരവരുടെ മതമനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. എന്നാൽ മുസ്ലിം വേഷധാരി ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇതൊരു തെറ്റായ പ്രവണതയില്ലെന്ന് തെറ്റിദ്ധരിച്ച് മറ്റുള്ളവരും കൂടി ഇത്തരത്തിലുള്ള പ്രവണതയിലേക്ക് കടന്നു വരുവാനും ഇസ്ലാമിൻ്റെ സംസ്കാരം, ഇസ്ലാമിൻ്റെ രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും തെറ്റിദ്ധരിച്ചുകൊണ്ട് രംഗപ്രവേശനം നടത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കൽ പണ്ഡിതന്മാർ നടത്തും. ഒന്നും പറയാനോ അതിനെതിരെ
കളിയാക്കിക്കൊണ്ട് പ്രസംഗിച്ചതുകൊണ്ടോ യാതൊരു കാര്യവുമില്ലെന്ന് ഈ വിദ്വാനോട് വിനയപുരസ്കരം അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിട. നമുക്ക് വീണ്ടും കാണാം.